അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താ വെച്ചാൽ സമയം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഉച്ചക്ക് 12 മണിയാണ് ഇപ്പോൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ സമയത്ത് ഞാൻ അടുക്കളയ്ക്ക് നമുക്ക് ഉച്ചക്കുള്ള ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഉച്ചക്കത്തെ ചോറും കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്തിയതാണ്. അപ്പോൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ദോശയും നമ്മുടെ എന്താ പറയുക മീൻകറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ കൊടുത്ത് ഇതുമ്മൂന്ന് സ്കൂൾക്ക് പറഞ്ഞയച്ച് എൻ്റെ ഹസ്ബൻഡിന് കണ്ണ് ഭയങ്കര അലർജി ഇട്ട് ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട് കണ്ണ് ചൊറിഞ്ഞിട്ട് വയ്യ. അപ്പം ഈ മഞ്ഞുകാല തണുപ്പ് വരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രത്യേക ഒരു അസുഖമാണ് മൂപ്പർക്ക്, അല്ലെങ്കിൽ അലർജി ഉള്ളതുകൊണ്ട് തണുപ്പ് വരുമ്പോൾ അധികം ആവില്ല. അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് ഇന്നലെ തീരെ ഉറങ്ങിയിട്ടില്ല. പിന്നെ തുമ്മിട്ടും ചീറ്റിട്ടും അങ്ങനെ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എപ്പോഴും ഉറങ്ങിപ്പോയി. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു നല്ലൊരു ഡോക്ടറെ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ സ്ഥിരമായിട്ട് കാണിച്ചിരിക്കുന്ന ആ ഡോക്ടർ മരുന്ന് തന്നെയാണ് കുടിക്കുന്നത്. പക്ഷേ അപ്പോൾ അതുകൊണ്ടൊരു ഫലവും ഇല്ലാത്തതുകൊണ്ട് വേറൊരു നല്ല ഡോക്ടറെ അന്വേഷിച്ച് പിടിച്ച് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൂപ്പര് പോയി ഞാൻ നേരെ എന്ത് ചെയ്തു, സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അപ്പം രാവിലെ കുറച്ച് നേരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു അരമണിക്കൂറെങ്കിലും സ്റ്റിച്ച് ചെയ്യുക എന്ന് പറയുന്നത്. ആദ്യമൊക്കെ പുറത്തൊക്കെ തയ്ച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ അത് വലിയ താല്പര്യമില്ല, ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാറുള്ളത് ഇപ്പോൾ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്യണതും പുതിയ മോഡലുകൾ ട്രൈ ചെയ്യണതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മളെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പുതിയ മോഡലുകളൊക്കെ കാണുകയാണെങ്കിൽ അതേപോലെ അടിച്ച് നോക്കുക, അത് മക്കൾക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. ചിലത് ഞാൻ ആദ്യം തന്നെ എനിക്ക് പാടുമെന്ന് തോന്നുന്ന സംഗതി ഞാൻ എന്ത് ചെയ്യും, ചെറിയൊരു തുണിമേലൊക്കെ ഇങ്ങനെ തയ്ച്ചു നോക്കും. അപ്പം അത് നന്നാവുകയാണെങ്കിൽ നമ്മൾ ആർക്കെങ്കിലുമൊക്കെ മക്കൾക്കോ അല്ലെങ്കിൽ എനിക്കോ തുത്തൂനോ ഒക്കെ സ്റ്റിച്ച് ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ എടുക്കും വേണം നമ്മളെ സ്റ്റിച്ചിങ് ചാനലിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഏതാ ചാനലിൽ നിന്ന്. ശ്രുതി സലാം, അതാണ് എൻ്റെ ശരിക്കും നെയിം. അത് ഞാൻ തുടങ്ങിയിട്ട് 2-3 വർഷമായി, 3-4 വർഷം. അപ്പോൾ അത് ഞാൻ ഇടയ്ക്ക് ആഴ്ച ഒരിക്കൽ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് ഇടാറുള്ളത്. അപ്പം അത് നമ്മൾ വീഡിയോ കാണുന്നവർക്കൊക്കെ അത് അറിയുണ്ടാവും കേട്ടോ. പേരിപ്പോൾ പുതിയതായിട്ട് വന്ന ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ദിവസം ഞാൻ അരമണിക്കൂർ അതിനായിട്ട് മാറ്റി വെക്കുന്നതാണ്. രാവിലെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ കഴിയില്ല. ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ചൂടൊക്കെ ആയതുകൊണ്ട് മോൾക്ക് കയറാനും പറ്റില്ല. ചിലപ്പോൾ മോള് വരല് ഉച്ചയ്ക്ക് ശേഷം കയറാം, ഓരോ പണികളൊക്കെ കൂടും. അങ്ങനെ ഇന്ന് കയറി സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ അതാണ് മുഴുവനാക്കട്ടെ എന്ന് വിചാരിച്ച് അടിച്ചതാണ്. അപ്പം നോക്കിയപ്പോൾ സമയം 11:30-11:45 ഞാൻ ഇറങ്ങി വന്നതായിരുന്നു. ഒരു ചായയൊക്കെ കുടിച്ചു. പോകുമ്പോൾ ഞാനൊരു മുട്ടയൊക്കെ കഴിച്ച് കയറിയതായിരുന്നു. ഇപ്പോൾ സമയം 12 മണിയായി. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. ഇതും 1 മണിയാകുമ്പോൾ വരും. അപ്പോൾ നമുക്ക് ഷിടപടി ഫുഡ് റെഡിയാക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് കരുതി നമുക്ക് തുടങ്ങാം. ഇവിടെ കാണുന്ന ഈ ഒരു പൊല്ലാപ്പൊക്കെ എന്താ വെച്ചാൽ രാവിലെ മീൻകറിയൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ഒരു സംഭവങ്ങളാണ് കേട്ടോ. നല്ല മീൻകറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ കഴിച്ചാണ് അവരൊക്കെ പോയത്. ഉച്ചക്കൊക്കെ നമുക്ക് ചോറുക്ക് കറി ഇത് മതി, മീൻകറി മതി. ഞാൻ പിന്നെ വേഗം പണി വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ കയറിയതാണ്. അപ്പോൾ കയറാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ കയറാൻ പറ്റില്ല. അതിപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കിയ പാത്രമാണ് കേട്ടോ. അപ്പം പിന്നെ അടിച്ചു വാരൽ തുടക്കലൊക്കെ ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട്. അടിച്ചു വാരുക, തുടക്കുക, ക്ലീനിങ് പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ നല്ല ഇത് ഇന്നലെ ഞാൻ രാത്രിയാണ് മോളൊക്കെ പോയതിൻ്റെ ശേഷം ആണ് ക്ലീനിങ് പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇവിടെ വലിയ അലമ്പില്ല. അതുകൊണ്ടാണ് ഞാൻ രാവിലെ ഇത്ര സമാധാനത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത് കേട്ടോ. അപ്പോൾ ഇനി ബാക്കി പണികളൊക്കെ ഉള്ളൂ. അപ്പം നമുക്ക് പിന്നെ ആദ്യം ചോറിന് വെള്ളം വെച്ചതിന് ശേഷം നമുക്ക് മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. മൂപ്പര് ജോലി കഴിഞ്ഞ് വന്നപ്പം മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രിഡ്ജിക്ക് അങ്ങോട്ട് വെച്ചിരിക്കണം. അതൊക്കെ ഇങ്ങനെ എടുക്കാതെ നിന്നാൽ നമ്മളെ പരിയത്തെ പണി കഴിഞ്ഞിട്ട് നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് സ്റ്റിച്ച് ചെയ്യാനോ വേറെ എക്സ്ട്രാ ഒരു പണിയൊന്നും നടക്കില്ല. അപ്പോൾ ഞാനതൊക്കെ ഫ്രിഡ്ജിൽ കയറ്റിച്ച് ഞാൻ വേഗം കയറിപ്പോയതായിരുന്നു. അപ്പോൾ നമുക്ക് മീൻ ഒന്ന് റെഡിയാക്കണം. മീൻകറി ഉണ്ട്, അതിന് മീൻ വറുത്താൽ മതി. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചോറിനുള്ള വെള്ളം വെച്ചിട്ട് ബാക്കി പണികളൊക്കെ നോക്കാമെന്ന് കരുതി. അപ്പോൾ വെള്ളം തുറന്ന് വെച്ച് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ക്ലീനിങ് പരിപാടിയൊക്കെ ഇന്നലെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മോളും പിന്നെ ഐറൂസും മോളും ഹസ്ബൻഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ഫുഡൊക്കെ വിടുന്നായിരുന്നു. ഫുഡൊക്കെ കഴിച്ചാൽ അവർ പോയതിന് ശേഷം ഞാൻ മൊത്തം ക്ലീനാക്കിയപ്പോൾ രാത്രി ഇന്നലെ അടിച്ചു വാരലും തുടക്കലൊക്കെ കഴിഞ്ഞ് എല്ലാം നല്ല വൃത്തിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ആ ഒരു പണി ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ രാവിലെ നമുക്ക് ആ ഒരു പണി ഒരു അരമണിക്കൂർ ഉണ്ടാവില്ല, അത് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ട് നമ്മളിപ്പോൾ
ഞാൻ ഈ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു ചായ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ഞാനൊരു മുട്ട മാത്രമേ കഴിച്ചിട്ടാണ് തയ്ക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് കഴുകി വെച്ചു. ഇനി നമുക്ക് എന്താ പറയുക, മീനൊന്ന് വൃത്തിയാക്കണം. അപ്പോൾ ആ മീൻ ഫ്രിഡ്ജിലാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സ്റ്റോർ റൂം. അപ്പോൾ ആ സ്റ്റോർ റൂമിലെ മൂലക്കിലാണ് ഒരു നമ്മൾ എന്താ പറയുക ഫ്രിഡ്ജ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് ഫ്രിഡ്ജിലായിരുന്നു മീൻ. അപ്പോൾ അത് എടുത്തതാണ് നമ്മൾ വൃത്തിയാക്കുകയാണ്. അപ്പോൾ ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. കുറച്ച് മീനുണ്ട്, നമുക്ക് ഇന്ന് വെക്കാനുള്ള ഇന്ന് പൊരിക്കാനുള്ള മീനൊക്കെ ഫ്രിഡ്ജിൽ മസാല തേച്ച് വെച്ചതുണ്ട്. പക്ഷേ കൊണ്ടുവന്ന് ഞാൻ എന്താ പറയുക ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കാമെന്ന് കരുതി. എക്സ്ട്രാ എപ്പോഴും ഉണ്ടാവുന്നത് ഒരു നല്ലതാണല്ലോ. എപ്പോഴും ആരാ വരിക എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് ഇനി ഒന്നും ഇല്ലാതൊക്കെ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ഒരു എന്താ പറയുക ഇച്ചിരി ഇങ്ങനെ എക്സ്ട്രാ ഉണ്ടാവും കേട്ടോ, മീനായാലും ചിക്കനായാലൊക്കെ. അപ്പോൾ അത് ഞാൻ വേഗം കുറച്ച് തലയുണ്ട്, വാലുണ്ട്, ഉടലുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം പക്ഷേ നോക്കിയപ്പം എന്താ പറയുക ഒക്കെ കൂടെ മുളകിടാൻ അങ്ങനെ ഇങ്ങനെ വേറെ സെപ്പറേറ്റ് ആക്കാനൊന്നുമില്ല. എല്ലാം കണ്ട് മസാല തേച്ച് വെക്കാമെന്ന് കരുതി. അപ്പോൾ നന്നായിട്ട് ഞാൻ വൃത്തിയാക്കണ്ടോ ഒക്കെ കഷ്ണം ആക്കിയിട്ട് തന്നെയാണ്, കട്ട് ചെയ്തിട്ട് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ വേസ്റ്റ് പാത്രത്തിലാണ് ഒഴിച്ചത്. അത് ഇനി കൊണ്ടുപോയിട്ട് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഒഴിക്കണം. അതുകൊണ്ട് ഇപ്പോൾ തന്നെ മീനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പറയുക ചോറിക്ക് അരിയിടാം. ഞാൻ ആ മീൻ വൃത്തിയാക്കിയപ്പോൾ തന്നെ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നന്നായിട്ട് ചൂടായി തിളക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം അരിയിടാണ്. അപ്പോൾ അതൊക്കെ അവിടെ ഈ സ്റ്റോർ റൂമിൽ ഇങ്ങനെ തട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല സുഖമാണ്. ആദ്യം ആ തട്ട് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഒക്കെ നമുക്ക് വെക്കാനൊരു സ്ഥലം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതൊക്കെ നല്ല തട്ടൊക്കെ അടിച്ച് സെറ്റാക്കി ഹസ്ബൻഡ് റെഡിയാക്കി തന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് കാണുന്ന രീതിയിൽ ഇങ്ങനെ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ചാക്കേരി എടുത്തിട്ടുണ്ട്. റേഷൻ കടയിലുള്ള അരി തന്നെയാണ് കേട്ടോ. റേഷൻ കടയിലത്തെ അരി തന്നെയാണ് ഞാൻ വെക്കാറുള്ളത്, ഇവിടെ ഉണ്ടാക്കാറുള്ളത്. പിന്നെ പറഞ്ഞില്ല, എനിക്ക് ചോറ് എന്നുള്ള സംഭവം വലിയ താല്പര്യമില്ല. ഞാൻ ബിരിയാണിയോ നെയ്ച്ചോറ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രമേ കഴിക്കാറുള്ളൂ. അപ്പോൾ വെറും ചോറ് എനിക്ക് തന്നെ വലിയ താല്പര്യമില്ല. എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ ഇപ്പോൾ കുറേ കാലമായിട്ട് വെറും ചോറ് വേണം, നെയ്ച്ചോറ് വലിയ താല്പര്യമില്ല. ആദ്യം മൂപ്പർക്കും പച്ചരി ചോറ് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പം അത് എന്താ അറിയില്ല, ഇപ്പം അത് മൂപ്പർക്ക് വലിയ താല്പര്യമില്ല, ചോറ് തന്നെ വേണം. അപ്പോൾ ഞാനിതാ ചോറ് അരിയിട്ട് അതവിടെ വേവട്ടെ. വേവുന്ന സമയം കൊണ്ട് നമുക്ക് മീനൊന്ന് റെഡിയാക്കി എടുക്കാം. ആ മീൻ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഞാൻ പറയില്ല തലയും പാലൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മുളകിടണോ എന്നുള്ളൊരു മുളകിടാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കണം. എന്നൊക്കെ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചല്ലോ, രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോഴും ഞാൻ വീഡിയോ എടുക്കൽ തുടങ്ങിയിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് പ്ലാൻ ചെയ്ത് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി അതിന് മാത്രമല്ല, ആകെ 2 തലയും 2 വാലുള്ളൂ, അത് മുളകിടാൻ മാത്രമൊന്നുമില്ല. ഞാൻ എല്ലാം കൂടെ അങ്ങോട്ട് മസാല തേച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളിയൊക്കെ ചതക്കി വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് മുളക് പൊടി, നമ്മുടെ കാശ്മീരി ചില്ലി ഉണ്ടല്ലോ, ഒരു ചുവപ്പ് കളർ കിട്ടുക കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഫിഷ് മസാല, ഗരം മസാല ഒക്കെ ഇട്ടു. കുരുമുളക് പൊടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് അല്ലേ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഇച്ചിരി അരിപ്പൊടി ഇടാറുണ്ട് കേട്ടോ ഞാൻ ചിലപ്പോൾ. പിന്നെ ഒരു ഇതിന് വേണ്ടിയിട്ട് കുറച്ചൊരു എന്താ പറയുക വിനാഗിരി ഒഴിച്ചു കൊടുത്തു. അങ്ങനെയൊക്കെ കൂടെ മിക്സായിട്ട് ഞാൻ നന്നായിട്ട് മസാല പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതാ മറ്റേ പാത്രത്തിലുള്ളത് ഇങ്ങോട്ട് ഇടുന്നത് എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഓൾറെഡി മീൻ ഇന്നൊക്കെ ഉള്ള പൊരിക്കാനുള്ള മീൻ ഇവിടെ ഉണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ ഞാൻ അതും മസാല തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി രണ്ടും കൂടി ഒരു പാത്രത്തേക്ക് ആക്കി വെച്ചതാണ്. മുകളിലിട്ടാൽ പിന്നെ നമുക്ക് ഇന്ന് പൊരിക്കാൻ ആ മീൻ എടുക്കാമെന്ന് കരുതി. അങ്ങനെ അതൊക്കെ കൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി പൊരിക്കുന്ന ആ സമയം കണ്ട് എടുത്താൽ മതിയല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ അടുത്ത പരിപാടി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിട്ട്. അപ്പോൾ പച്ചക്കറിയായിട്ട് വഴുതനങ്ങ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഒരു 3-4 ദിവസമായിട്ട് വെജിറ്റബിൾ കൊണ്ടുവന്നിട്ടാണ് അങ്ങനെ പച്ചക്കറി ഉപ്പേരി കറക്റ്റ് വെക്കുന്നുണ്ട്. ഇവിടെ വെജിറ്റബിൾസ് നല്ല കുറവായിരുന്നു കേട്ടോ. ഞാനും കഴിക്കും, മക്കൾക്കായാലും ഒക്കെ വെജിറ്റബിൾ കഴിക്കുക ഭയങ്കര കുറവായിരുന്നു. നമ്മുടെ വീഡിയോ കണ്ടിട്ട് എപ്പോഴും ആതിര എന്നോട് പറയാറുണ്ട്, ഇപ്പോൾ ആതിരൻ്റെ ഒരു കമൻറ്റോ മെസ്സേജോ ഒന്നും കാണുന്നില്ല കേട്ടോ. വീഡിയോ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കണു, വയ്യാഞ്ഞിട്ടാവും, എന്താണ് വിശേഷങ്ങളൊന്നും അറിയുന്നില്ല. നമുക്ക് എന്താ പറയുക ചോദിക്കാനുള്ള വേറെ ഒരു സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം പ്രഗ്നൻ്റ് ആണെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു, എന്താണ് അവസ്ഥ എന്നൊന്നും അറിയില്ല, സുഖമാണെന്ന് വിചാരിക്കണു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇത് പറയുക, ഈ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരാറുണ്ട്. കാരണം എന്നോട് എപ്പോഴും വീഡിയോൻ്റെ കമൻറ്റിൽ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ വെജിറ്റബിൾ തീരെ കഴിക്കണില്ല കേട്ടോ, പച്ചക്കറി നല്ലോണം കഴിക്കണം എന്ന് പറഞ്ഞ് കമൻറ്റ് ഇടാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏതായാലും ഇപ്പോൾ കുറച്ച് കാലമായിട്ട് പച്ചക്കറികളൊക്കെ നന്നായിട്ട് കഴിക്കാറുണ്ട്. അപ്പോൾ വീട്ടിലെപ്പോഴും ഉപ്പേരിക്കുള്ള സാധനങ്ങളെ കൊണ്ട് വെക്കാറുണ്ട്. അപ്പോൾ ഇന്ന് വഴുതനങ്ങയാണ്
ഉള്ളത്. ഇന്നലെ ക്യാബേജും ക്യാരറ്റും കൂടി രണ്ടും കൂടി ഇട്ടിട്ടുള്ള തോരനൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വഴുതനങ്ങ പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തു. ഇനി അതിലേക്ക് ഇടാനുള്ള പിന്നെ ഇതുണ്ടാക്കുമല്ലോ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയുള്ളിയും പച്ചമുളകൊക്കെയാണ് അരിഞ്ഞു വെച്ചത്. അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള പാത്രമാണ് ഈ തപ്പണത് കേട്ടോ. എൻ്റെ ഐറൂസിനാണെങ്കിൽ ഇവിടെ വന്ന ഈ പാത്രങ്ങളൊക്കെ വലിച്ചിടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാന പരിപാടി. ഇത് വാതിലങ്ങോട്ട് തുറക്കുക, അതിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാ പാത്രങ്ങളും അങ്ങോട്ട് എടുത്തിടുക, എന്നിട്ട് ഓൻ അത് അവിടെയും ഇവിടെ കൊണ്ടുപോയിടുക. അതിൻ്റെ കുറേ പാത്രങ്ങൾ കയ്യിലൊന്നും കാണാനില്ല ഗുയിസ്. എന്നിട്ട് നമ്മളുണ്ടല്ലോ കട്ടിലിൻ്റെ കട്ടിലിൻ്റെ അടിയൊക്കെ അടിച്ചു വരുമ്പോഴാണ് ഓരോ സ്പൂണൊക്കെ ഇങ്ങനെ കിട്ടും. അപ്പോൾ അതൊന്നും ഇപ്പം ഇനി നോക്കിയിട്ട് കാര്യമില്ല. അവൻ്റെ വികൃതികളൊക്കെ നിൽക്കുന്ന വരെ നമുക്ക് ഇനി അതൊന്നും നോക്കിയിട്ട് കാര്യമില്ലല്ലേ. ഓൻ വികൃതി കാട്ടി നടക്കട്ടെ അല്ലേ. അങ്ങനെ എന്തായാലും ഞാൻ തെരഞ്ഞൊരു ചട്ടിയൊക്കെ കിട്ടി ഇതാ ഉപ്പേരി ഉണ്ടാക്കുകയാണ്. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇച്ചിരി കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിയപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച ചെറിയ ഉള്ളി ഉണ്ടായിരുന്നു, അതിട്ടു. പച്ചമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു കേട്ടോ. ഞാൻ കറിവേപ്പില പച്ചക്കറി വാങ്ങിയപ്പോൾ ഇപ്രാവശ്യം വാങ്ങാൻ നിർബന്ധം പറഞ്ഞിട്ട് വാങ്ങിയതാണ്. അത് നന്നായിട്ട് കഴുകിയിട്ട് നല്ലൊരു കട്ടിയുള്ള മുണ്ടിലിട്ടിട്ട് ഉണക്കിയിട്ടാണ് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചത് കേട്ടോ. അതുകൊണ്ട് എനിക്ക് നമ്മൾ എടുക്കുമ്പോൾ കഴുകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അതേപോലെ അങ്ങനെ ഇട്ടത്. പിന്നെ മറ്റേ അടുപ്പത്ത് നമ്മൾ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ചട്ടിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ഒപ്പം കിട്ടാവും. ചോറ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇവിടെ ഇതൊക്കെ ആക്കാമല്ലോ. പിന്നെ നമുക്ക് കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. മീൻ കറി ഉണ്ട്, വേഗം പെട്ടെന്ന് പണി തീർക്കുകയാണ്. ഏതായാലും ഇതാ വഴുതനങ്ങ ഉപ്പേരി അവിടെ ഒരു അടുപ്പത്താവുന്നുണ്ട്, മീൻ പൊരിക്കാനും വെക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ ചോറ് പച്ചക്കറിയും മീനും ഒക്കെ കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ മീൻ വറുക്കാൻ വെച്ച ചട്ടിയിൽ ഞാൻ ആദ്യം തന്നെ ഇച്ചിരി കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കരിവേപ്പില ഉണ്ടാകുമ്പോൾ പിന്നെ ഇങ്ങനത്തെ ഓരോ പരിപാടികളാട്ടോ. അപ്പോൾ പിന്നെ ഞാൻ മീൻകറി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് മീനൊക്കെ ഇട്ട് നമ്മൾ തീ ഓഫാക്കാൻ നിൽക്കുന്ന സമയത്ത് ആ കരിവേപ്പില ഇട്ട് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മണല്ലേ, നല്ല മണമാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഈ കറിവേപ്പില കൊണ്ടുവരാൻ പറഞ്ഞാൽ മൂപ്പര് കൊണ്ടുവരികയില്ല. അപ്പം ഇവിടെ ഞങ്ങളെ അയൽക്കത്തെ വീട്ടിലുണ്ട് കറിവേപ്പില. പക്ഷേ അപ്പോൾ എപ്പോൾ അതാണെങ്കിൽ നല്ല വളർന്ന് മുകൾ ഭാഗത്തൊക്കെയാണ് ഇല ഉള്ളത് കേട്ടോ. അപ്പോൾ അതെനിക്ക് അവിടുന്ന് ഒടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ അങ്ങനെ എടുക്കാറില്ല. അപ്പോൾ ഇപ്പോൾ ഇത് ഞാൻ കൊണ്ടുവന്നതാണ്. അങ്ങനെ നമ്മുടെ ഉപ്പേരി റെഡിയായി. മീൻ ഒരടുപ്പത്ത് വേവുന്നുണ്ട്. സംഭവം അടിപൊളിയാണ്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല മീനാട്ടോ. ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല, ഉണ്ടാകുന്നു അങ്ങനെ എന്തോന്നാണ് പറഞ്ഞത്, എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷെ നല്ല മീനായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് 2 എൻ്റെ ഹസ്ബൻഡിന് 2 ഇതുമൂ 2 പൊരിച്ചത് കേട്ടോ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ 1 മണിയൊക്കെ ആയപ്പോൾ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ അമ്മച്ചി ഞാൻ ഇന്ന് ഇവിടുന്ന് ഫുഡ് കഴിക്കട്ടെ, എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ട് ഇവിടുന്ന് അവൾ ഏതോ മാഷ ഫോണത്തോ വാങ്ങിയിട്ട് തന്നെ എനിക്ക് വിളിച്ചത് കേട്ടോ. ഇവിടുന്ന് ഫുഡ് കഴിക്കട്ടെ, ഞങ്ങളെ പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഇവിടുന്ന് കഴിക്കാമെന്നൊരു പ്ലാൻ ഇടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഇനി അങ്ങനെ പറയരുത്, നാളെ ഒന്നും അങ്ങനെ പറയരുത് കേട്ടോ, ഇന്ന് മാത്രം സമ്മതിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ എന്നൊക്കെ പറഞ്ഞ് അവൾ അവിടെ നിന്നാണ് ഫുഡ് കഴിക്കണത് കേട്ടോ. അതോടുകൂടി പിന്നെ നമുക്ക് വരാനുണ്ടാകുമ്പോഴാണല്ലോ, ആരെങ്കിലും വരാനൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് ഫുഡൊക്കെ ആ സമയത്ത് കറക്റ്റ് ടൈമിലാക്കാം. അല്ലാതെ നമ്മൾ കഴിക്കും 1 മണിക്ക് അവർ സ്കൂളിൽ വരും എന്ന് പറയുമ്പോൾ ആ 1 മണിക്കേ ഫുഡ് ആവണമല്ലോ. എന്തായാലും നമ്മൾ മീൻ പൊരിക്കലും വഴുതനങ്ങ ഉപ്പേരി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചോറും വന്നു. അതൊക്കെ ഊറ്റി വെച്ചു. പിന്നെ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു നോക്കി, മൂപ്പര് വരുന്നുണ്ടോ, മൂപ്പര് ഡോക്ടറെ കാണിക്കാൻ പോയതാണ് ഞാൻ നേരത്തെ ഫസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കാണിച്ച് മടങ്ങി വരുന്നുണ്ട്, വിളിച്ചപ്പോൾ പുറപ്പെട്ടിട്ട് വരുന്നുണ്ട് എന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ എല്ലാം കൂടി എടുത്തിട്ട് ഇനി ടേബിളുമ്പോൾ കൊണ്ടേക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇതും വരാതെ നിന്നപ്പോൾ തന്നെ എനിക്കെന്തോ പിന്നെ ഒരു ചടപ്പൊരു സുഖമില്ല. ഓള് വന്ന് ഞങ്ങൾ 3 ആൾ ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ഒരു വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓളില്ല. അതും കഴിഞ്ഞു എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് നോക്കിയപ്പോൾ മൂപ്പര് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ 1-2 ആവശ്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മഞ്ചേരിയങ്ങാടി ഇങ്ങനെ നടക്കണം. മഞ്ചേരിക്കാണ് കേട്ടോ പോയത് ഡോക്ടറെ കാണിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി ഇപ്പടുത്തൊന്നും വരില്ല, ഒരു 2-2:30 ആവും എത്താനായിട്ടെന്ന്. രാവിലെ ഒരു മുട്ട മാത്രം കഴിച്ചതുകൊണ്ട് തന്നെ എനിക്കാണെങ്കിൽ ഭയങ്കര വിശപ്പ് കിട്ടും. അപ്പോൾ കാത്തുക്കാനുള്ള ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എന്തായാലും ഇതുമൂലം കൂടെ എങ്കിലും കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ അതൊന്നും നടന്നില്ല. അപ്പോൾ പിന്നെ അങ്ങോട്ട് വീഡിയോ എടുക്കാനൊരു ചടപ്പും മടപ്പൊക്കെ. പിന്നെ ഞാൻ വേഗം ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഇച്ചിരി ചോറും ഉപ്പേരിയും മീനും പിന്നെ തൈരൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. മീനും അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആരും വരുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ മൊത്തത്തിൽ ഞാൻ വീഡിയോ എടുക്കലൊക്കെ അവിടെ തന്നെ നിർത്തി. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ക്ലീൻ ചെയ്യലും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ, കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.